നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത 2024 കൊല്ലത്ത് നടന്ന LDC ക്വസ്റ്റ്യന്റെ ബാക്കി പാർട്ടാണ്, ലാസ്റ്റ് പാർട്ടാണ്. ഇതിനു മുമ്പുള്ള 2 പാർട്ടും ചെക്ക് ചെയ്യാത്തവർ അതൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്താണ്? തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഉപയോക്താക്കളുടെ പ്രയോജനത്തിനായി ഒരു കൂട്ടം ഏകോപിത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ നിർവഹിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്പ് എന്ന് നമ്മൾ അതിനെ ചുരുക്കി വിളിക്കും. ഒരു വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻസ്, വെബ് ബ്രൗസർ, മീഡിയ പ്ലെയർ, ഫയൽ വ്യൂവർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റർ, ഇതെല്ലാം ആപ്ലിക്കേഷൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാം ഒരു ഡാഷ് ആണ്. DAAM, ഡാം ഒരു ഡാഷ് ആണ്. മാൽവെയർ, ഡാം ഒരു മാൽവെയർ ആണ്. എന്താണ് മാൽവെയർ? കമ്പ്യൂട്ടറുകൾക്ക് തകരാറുകൾ സൃഷ്ടിക്കുകയും സിസ്റ്റം ക്രാഷുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് മാൽവെയറുകൾ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളിന്റെ അറിവില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം തകരാറിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറുകളാണിവ. ഇത്തരം ഉപദ്രവകാരികളായ മാൽവെയറുകളെ മുഴുവനായി കമ്പ്യൂട്ടർ വൈറസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മാൽവെയർ എന്ന വിഭാഗത്തിൽ വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, സ്പൈവെയർ, ആഡ്വെയർ, ക്രൈംവെയർ, റൂട്ട് കിറ്റ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഓഗ്മെന്റ് റിയാലിറ്റി. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഓഗ്മെന്റ് റിയാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചൂഷണത്തിനുള്ള അവകാശം ഈ നിയമപ്രകാരം ഉറപ്പു നൽകുന്നതല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുള്ളതാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് വകുപ്പിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ 67, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. തന്നിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഒന്നും കൂടി പറയാം, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ പറയുന്ന അവകാശങ്ങളാണ് ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന വിഭാഗത്തിലാണ്. പോക്സോ നിയമത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൂടി നോക്കാം. പോക്സോ എന്നതിന്റെ പൂർണ്ണരൂപം POCSO, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഈ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് അശ്ലീല ചിത്രങ്ങൾ കൈവശം വച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ 3 വർഷം തടവാണ്.
പോക്സോ ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2012 ജൂൺ 19-നാണ്. നിലവിൽ വന്നത് 2012 നവംബർ 14-ന്. പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്നത് പോക്സോ സ്പെഷ്യൽ കോടതികളാണ്. പോക്സോ നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തിയാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കേസ് ഫോർവേഡ് ചെയ്യപ്പെടും. പോക്സോ നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തിയാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ആ കേസ് ഫോർവേഡ് ചെയ്യപ്പെടും. പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം. രഹസ്യ സ്വഭാവമുള്ള കുറ്റവിചാരണയായിരിക്കണം നടത്തപ്പെടേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ 2024-ന്റെ അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ 2024-ലെ അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഹാൻകർച്ചീഫിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ബി ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഹാൻകർച്ചീഫ്സ് HANDKERCHIEFS. What is the meaning of a dog in the manager policy? D ആണ് a man who prevents others from enjoying something. മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ തടയുന്ന ഒരു വ്യക്തിയെയാണ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എന്നിവിടെ ഐഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോട്ട് ദി എറർ. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. നോ എറർ. ബി ആണ് എറർ. ബട്ട് ഹി എന്നുള്ളത് എറർ ആണ്. ഫാക്സിമിലി മീൻസ്. ഫാക്സിമിലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ് എക്സാക്ട് കോപ്പി. ഫാക്സിമിലി മീൻസ് an exact copy of a picture, piece of writing, etc. അടുത്ത ക്വസ്റ്റ്യൻ, നവീൻ said, need I go at once? Change into reported speech. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം നവീൻ asked if he had to go just then. നവീൻ said, need I go at once? ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? നവീൻ asked if he had to go just then. അടുത്ത ക്വസ്റ്റ്യൻ, none of the workmen arrived dash. ഇവിടെ ക്വസ്റ്റ്യൻ ഏത് വരും? did they. none of the workmen arrived, did they. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 88, ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബഷ്. ഇവിടെ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക? എ ദ. A bird in hand is worth 2 in the bush. He is being accused dash theft of. He is being accused of theft. They have contacted everyone concerned. Change the voice. Everyone concerned has been contacted. They have contacted everyone concerned. ഇതിലെ വോയിസ് ചേഞ്ച് ആക്കുമ്പം everyone concerned has been contacted. അടുത്തത് മലയാളം സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ സ്വാമികളാണ്. വേദത്തെ സംബന്ധിച്ച് ശരിയായ ഒറ്റപ്പദം ഏത്? വൈദികം. വേദത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ ഒറ്റപ്പദം വൈദികമാണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ശാശ്വതം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? നിലാവ്, ചന്ദ്രിക, കൗമുദി. നിലാവ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് നിലാവ്, ചന്ദ്രിക, കൈമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീതയുടെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് ഭഗവത്ഗീത. വിണ്ടലം. ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്?
തലയിലെ വേദന. തലവേദന എന്നാൽ തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? മാലേയം. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമാണ് മാലേയം. മറ്റേ പാട്ട് കേട്ടിട്ടില്ലേ? മാലേയം മാറുടണഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ബൈ.